ഞങ്ങൾ ഡൽഹി കറങ്ങാൻ വന്നിരിക്കുകയാണ്. നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ചേറിട്ട് കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഒടുക്കത്തെ വെയിൽ. ഞങ്ങൾ നല്ല ചൂടായതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് തണുത്തെന്തെങ്കിലും കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളിവിടെ 1800 രൂപയ്ക്ക് 4-5 സ്ഥലങ്ങൾ ശരിക്കുള്ള അതുകൊണ്ട് കാറ് കിട്ടി. അപ്പോൾ അതിലങ്ങനെ പോകും. നിറയെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല വിശാലമായി കാലത്ത് ഞങ്ങൾ അങ്ങനെ റെഡ് ഫോർട്ടിലെത്തി. അതിനകത്ത് ഒരുപാട് നടക്കാൻ സ്ഥലമുണ്ട്. നമുക്ക് വിശദമായി പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലൈമറ്റ് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ അതിൽ മനോഹരമായിരിക്കും. ഞങ്ങൾ പോകുമ്പോൾ ക്ലൈമറ്റ് അത്ര വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല സീനുകളൊക്കെ കാണാൻ പറ്റി. ഈസോനെ പാവം എടുത്തിട്ട് നടന്നുകൊണ്ടാണെന്ന് അറിയില്ല, അവന് കാല് വേദനിച്ചിട്ട് അവൻ താഴത്തിരുന്ന് സമരം ചെയ്തു. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അത് കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ കുറെ നേരം നടക്കാനുള്ളതുകൊണ്ട് വീണ്ടും നടന്നു. ഇതിനകത്ത് തന്നെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാൽക്കണ്ണാടി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വിഷുവിന് ഇതേപോലത്തെ സാധനം വാങ്ങണമെന്ന്. പിന്നെ ജ്വല്ലറീസ് ആണ്, നല്ല വെറൈറ്റി ജ്വല്ലറീസ് ഉണ്ട്. നല്ല ഇഷ്ടപ്പെടുന്നവർ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വാങ്ങാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം വലിയ ജ്വല്ലറീസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കണ്ടു നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാനൊന്നും വാങ്ങിക്കാറില്ല. അങ്ങനെ അവിടെ കുറച്ച് അധികം നേരം സമയം കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇന്ത്യ ഗേറ്റിന് അങ്ങോട്ട് വന്നു. അവിടെ വൈകുന്നേരം ആയതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ. പിന്നെ അവിടെ ബബിൾസ് ഒക്കെ ഇട്ടിട്ടും പിന്നെ 10 രൂപ 20 രൂപയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല. ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോഴേക്കും അവിടെ എന്തോ ഡ്രഗ്സിന്റെ ഇതുണ്ടായിരുന്നു. അപ്പൊ അതും കുറച്ച് നേരം അവിടെ പോയി അടുത്ത് നിന്ന് വീഡിയോ എടുക്കായിരുന്നു. പിന്നെ ഇതൊന്നും പറ്റില്ലല്ലോ. പിന്നെ നേരെ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെ നിന്ന് കുറച്ച് നേരം സാധനങ്ങളൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ധാരാവി പോലുള്ള ഒരു മാർക്കറ്റിലേക്കാണ് പോയത്. പിന്നെ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചു. നല്ല ബിരിയാണി, അത്യാവശ്യം കഴിക്കാൻ കുഴപ്പമില്ലാത്തൊരു ബിരിയാണി കഴിച്ച് പിന്നെ ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി ഒരുമിച്ച് കിടന്നങ്ങോട്ട് ഇറങ്ങി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ദിവസത്തെ കറക്കത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലേക്ക് വരുന്ന ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു. അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ടിക്കറ്റ് ആയതുകൊണ്ട് അതിന്റെ കോൺഫിഡൻസ് വെച്ച് ഞങ്ങൾ എല്ലാവരും ഒരു ട്രെയിനിൽ കയറി. പിന്നെ തട്ടിയും മുട്ടിയും കുറച്ച് മലയാളി ഹെൽപ്പ് ചെയ്തൊക്കെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ തട്ടിയും മുട്ടിയും യാത്ര ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഉള്ളതും ഇല്ലാത്തതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചെങ്കിലും ഈ പ്രാവശ്യത്തെ ട്രെയിൻ യാത്ര ഞങ്ങൾക്ക് സ്പെഷ്യലായിരുന്നു. കാരണം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, കുഞ്ഞനിയന്മാരിനെ കിട്ടി. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് നാട്ടിലെത്തി. ഇനിയുള്ള വിശേഷങ്ങൾ നാട്ടിൽ തേരിക്കും. ബൈ.